എന്തോ ആവണിക്കും മറുപടി പറയാതിരിക്കാൻ തോന്നിയില്ല. ഇയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. രാവിലെ ആരുമറിയാതെ തൻ്റെ കുടിലിൻ്റെ വാതിൽ തള്ളിത്തുറക്കാൻ വരാത്ത, കഴുകൻ കണ്ണുകളില്ലാത്ത, അശ്ലീല ചുവയില്ലാതെ സംസാരിക്കുന്ന നല്ല മനസ്സുള്ള ഒരു പച്ച മനുഷ്യൻ. അതുകൊണ്ടാണോ അവൾക്കതിന് മറുപടി പറയാൻ തോന്നിയത്? അതെ, പുതിയതാണ്, ആവണി മൊഴിഞ്ഞു. മുത്തുവിന് ആശ്വാസമായി. ആദ്യമായി തന്നോട് ദേഷ്യമില്ലാതെ ഇവൾ സംസാരിച്ചല്ലോ. ആവണി സൈക്കിൾ ചവിട്ടി പോകുന്നതും നോക്കി മുത്തു മെല്ലെ തൻ്റെ കടയിലേക്ക് കയറി. മാരിവേൽ ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് കയറിയത് ആവണിയെ അത്ഭുതപ്പെടുത്തി. മെലിഞ്ഞു നീണ്ട മാരിവേൽ. ആവണി രവണിച്ചേച്ചിയുടെ സഹാനുഭൂതി പിടിച്ചുകൊണ്ട് തൊട്ടടുത്ത ഒരു കടയിലേക്ക് മാറി. അവൾ ഉപയോഗിച്ച മെഷീൻ ചേച്ചി അവൾക്ക് വെറുതെ നൽകി. ആ ഒരു തുടക്കം അവളെ ഉയരങ്ങളിലേക്ക് നയിക്കുകയായിരുന്നു. അവളിലെ മാറ്റം നാട്ടുകാരിൽ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിനുള്ള പ്രധാന കാരണം അവളിലെ തൻ്റെടമായിരുന്നു. അഹങ്കാരിയായ ഇവൾ തങ്ങളെയെല്ലാം അവഗണിച്ച് ഇവിടെ ജീവിക്കണ്ട എന്നവർ തീരുമാനിച്ചു. അതിനായി കുറച്ചുപേർ കോപ്പുകൂട്ടി. ആവണി ദാമോദരൻ ചേട്ടൻ്റെ കടയിൽ രാവിലെ വെള്ളം കോരിക്കൊടുത്ത് ഇറങ്ങാൻ നേരം കടയിലിരുന്ന 1-2 പേരിൽ ഒരാൾ തൻ്റെ പേഴ്സ് കാണാനില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ആവണി തിരിഞ്ഞു നോക്കി. ദാ ആ പോകുന്ന അവളെടുത്തു കാണും. ഒരാൾ തൻ്റെ നേർക്ക് കൈ ചൂണ്ടുന്നത് ആവണി കണ്ടു. വാടി ഇവിടെ, ഇവറ്റകളെ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അയാൾ കിടന്ന് അലറുകയാണ്. ആവണി ഞെട്ടി. നനഞ്ഞ കൈ അവൾ പാവാടത്തുമ്പിൽ തുടച്ചു. ശരീരമാസകലം ദേഷ്യത്താൽ വിറച്ചു. അവൾ തിരികെ വന്നു. ഡോ, തനിക്ക് എന്നെ വേണം ചൊല്ല്. ആവണി ദേഷ്യപ്പെട്ടു. ദാമോദരൻ ചേട്ടൻ ഓടി വന്നു.